ായിരുന്നു പ്രതിഷേധങ്ങളിൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകാൻ ഗവർണർ. സെമിനാറിൽ പങ്കെടുക്കാത്തതിൽ വിശദീകരണം തേടിയിട്ടില്ലെന്ന് കാലിക്കറ്റ് വിസി. ചികിത്സയ്ക്കായി ഡെന്റൽ കോളേജിലെത്തിയ ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കഴിഞ്ഞ ദിവസമൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാര്യമായ അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കഴിഞ്ഞ ദിവസത്തെ പോലെ ആയിരുന്നില്ല, ഗവർണർ ഇന്ന് സംസാരിച്ചില്ല, മാധ്യമങ്ങൾക്കെതിരെ ക്ഷുഭിതനായില്ല, SFIക്കാരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാനും നിന്നില്ല. അദ്ദേഹം ഏതു തരത്തിലാണ് ഇന്ന് പ്രതികരിച്ചത്? വിവരങ്ങൾ. ധന്യ, ഡെന്റൽ കോളേജിലേക്ക് പല്ലുമായി ബന്ധപ്പെട്ട ചികിത്സയുടെ ഭാഗമായാണ് അദ്ദേഹം എത്തിയത്. ചികിത്സാ നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങിയപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരണം ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു. പക്ഷേ ചോദ്യങ്ങളൊന്നും ഉയർന്നില്ല. പിന്നീട് അദ്ദേഹം വാഹനത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പേട്ടയിലുണ്ടായതുപോലെ താൻ വാഹനത്തിൽ നിന്ന് ഈ പുറത്തേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് വിശദീകരിക്കണമെന്ന് കൗതുക രൂപേണ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ആരായുകയും ചെയ്തു. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് കരിങ്കൊടി പ്രതിഷേധമൊന്നും ഡെന്റൽ കോളേജിന് സമീപത്ത് വെച്ച് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് വളരെ ചിരിക്കുന്ന മുഖവുമായാണ് മടങ്ങിയത്. പക്ഷേ പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രതിഷേധം പട്ടത്തടക്കം ചില സ്ഥലങ്ങളിൽ വെച്ച് ഉണ്ടായതും തന്നെയാണ്. ഇതിൽ നമുക്കറിയാം ഡാൻ, ഇതിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. എന്തുകൊണ്ട് ഇത്തരത്തിൽ നഗരപ്രദക്ഷിണം നടത്തി ഇന്നലെ ഗവർണർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ Z+ കാറ്റഗറി സുരക്ഷ ഗവർണർ സ്ഥാനത്തിനുള്ളതാണ്, അത് കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അതിലൊരു വീഴ്ച വരുത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം SFI സമരത്തിൽ നിന്ന്, പ്രതിഷേധത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ എത്രത്തോളം കരുതേണ്ടതുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗവർണറും? തീർച്ചയായിട്ടും തന്നെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന നിർദ്ദേശം തന്നെയാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് പോലീസിന് നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം 11-ാം തീയതി അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടയിൽ പേട്ടയിൽ വെച്ച് അടക്കം അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധക്കാർ ചീറിയെടുക്കുകയും കരിങ്കൊടി വീശുകയും ചെയ്യുന്നത് സുരക്ഷാ വീഴ്ചയായിട്ടാണ് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഇത് സംബന്ധിച്ച വിശദീകരണം തേടുമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുൻപൊന്നും കാണാത്ത തരത്തിലുള്ള പതിവിലും കവിഞ്ഞ സുരക്ഷ ഗവർണർക്ക് ഈ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ ഒരുക്കുന്നത്. ഇന്ന് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ഡെന്റൽ കോളേജിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും പോലീസ് സുരക്ഷ അധികമായി വർദ്ധിപ്പിച്ചതിന്റെ കാര്യം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉയരുകയും അദ്ദേഹത്തിന്റെ വാഹനത്തിന് സമീപത്തേക്ക് കരിങ്കൊടിയുമായി പ്രതിഷേധക്കാർ എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ അദ്ദേഹം അൺപ്രഡിക്റ്റബിളായ തീരുമാനങ്ങൾ എടുക്കുന്നയാളാണ്. അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിന് വല്ലതും തനിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധിക്ക് വഴിവെക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൃത്യമായ സുരക്ഷ, അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലും ഗവർണർ പോകുന്ന വഴികളിൽ കൃത്യമായ സുരക്ഷ ഒരുക്കുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത അത് പോലീസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം SFI നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ പ്രതിഷേധത്തിൽ നിന്ന് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകില്ല എന്ന കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇനി പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം ഇത്തരത്തിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക തന്നെയാണ്. നന്ദി ഡാൻ. ഗവർണർക്കെതിരായ പ്രതിഷേധം SFI തുടർന്നു. പട്ടത്തും ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടി. ഇന്ന് ഗവർണർ കാര്യമായി പ്രതികരിച്ചില്ല.